വളരെ സിമ്പിളായി നല്ല രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫുള്ളായിട്ടുള്ള 4 ചിക്കൻ ലെഗ് കഴുകി വൃത്തിയാക്കി മസാല നന്നായി പിടിക്കുവാനായി 4 ചിക്കൻ കഷ്ണങ്ങളും വരഞ്ഞ് എടുത്തിട്ടുണ്ട്. 4 ചിക്കൻ ലെഗ് കൂടി ഏകദേശം 800 ഗ്രാം വെയിറ്റ് വരും. ചിക്കൻ ലെഗ് മാരിനേറ്റ് ചെയ്യാനുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനായി ഒരു മിക്സിയുടെ ജാറിൽ 1 കഷ്ണം ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, 7-8 വെളുത്തുള്ളി, 10-12 ചെറിയ ഉള്ളി, 1.5 സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക്. പാക്കറ്റിൽ കിട്ടുന്ന കുരുമുളക് ചേർക്കുന്നതിലും രുചി കിട്ടും നമ്മൾ കുരുമുളക് പൊടിച്ചു ചേർത്താൽ. 1.5 സ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ചേർത്ത് അരച്ചെടുത്ത് മാറ്റിവെക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് റൈസ് പൗഡർ. ഇനിയും നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന മസാലയും ചേർത്ത് മസാലകളെല്ലാം നന്നായി ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനിയും മാരിനേറ്റ് ചെയ്ത ചിക്കനിൽ മസാല ഉള്ളിലേക്ക് ഇറങ്ങി പിടിക്കുവാനായി 2-3 മണിക്കൂർ നേരം അടച്ച് ഫ്രിഡ്ജിന്റെ ചില്ലറിൽ വെക്കുക. 5-6 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ മസാല നന്നായി പിടിച്ച് കൂടുതൽ രുചി കിട്ടും. ഇനിയും ഒരല്പം വെള്ളവും ഒഴിച്ച് നന്നായി ഒന്നുകൂടി മാരിനേറ്റ് ചെയ്ത് എടുക്കുക. ഏകദേശം 3 മണിക്കൂറിന് ശേഷമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഒരു പാൻ വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുക്കുക. പാനിന്റെ വലുപ്പം അനുസരിച്ച് വേണം ചിക്കൻ ഇടാൻ. അല്പം സ്പേസ് ഇട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ. ഞാൻ 2 എണ്ണം വീതമാണ് ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഇട്ട് കഴിയുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ ആക്കി വെക്കണം. ഫ്രൈ ചെയ്യാൻ ഏകദേശം 14-15 മിനിറ്റ് മതിയാകും. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടുതലായി ഉണ്ടെങ്കിൽ ബാക്കിയുള്ളത് ഒരു ബോക്സിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ആവശ്യമുള്ളപ്പോൾ ഫ്രീസറിൽ നിന്നെടുത്ത് തണുപ്പ് മാറിയതിനു ശേഷം ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ മസാല കൂടുതൽ നേരം പിടിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഉള്ളതിനേക്കാൾ രുചിയും കൂടുതലായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് റെഡിയായി കഴിഞ്ഞു. ഇനിയും തിരിച്ചിട്ട് അതേ രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കുക. അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുന്നത് ഒരു ഫ്ലേവർ കിട്ടുവാനും അതുപോലെ ഗാർണിഷ് ചെയ്യാനും വേണ്ടിയാണ്. ചിക്കൻ ഫ്രൈ റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചൂടോടുകൂടി നല്ല പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ അതുമല്ലെങ്കിൽ വെറുതെ കഴിക്കാനും വളരെ രുചിയാണ്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം റിസൾട്ട് കമൻ്റായി അറിയിക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.